ഇന്നലെ ബിഗ് ബോസിനകത്ത് ആ വഴക്ക് നടക്കുന്നില്ലേ യോഗട്ട് എടുത്ത് കഴിച്ചെന്നും പറഞ്ഞ നിവിന്. അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ നൂറ വന്ന് അവിടെ അതിനകത്ത് നിന്ന് എടുക്കുന്നതിന് ശേഷം അനുമോൾ അവിടേക്ക് കടന്നു വന്നിട്ട് ആ നൂറയുടെ കയ്യിൽ നിന്ന് ആ യോഗട്ട് എടുത്തിട്ട് കഴുകിയിട്ട് പൈപ്പിനെ വിട്ട് കഴുകിയിട്ട് പുള്ളിക്കാരത്തി ഉടുപ്പിലെടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ആര്യൻ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നത്. പെട്ടെന്ന് ആര്യ അങ്ങോട്ട് അതുവഴി കടന്നിരുന്നതും അനുമോള് പെട്ടെന്ന് ചാടി ആര്യന്റെ മേലെ അങ്ങ് കയറി. തുടരുത് തുടരുതെന്ന് പറഞ്ഞു. ആക്ച്വലി ആര്യൻ ഒരു ഇതുമായിട്ടല്ല വന്നത്. പുള്ളിക്കാരൻ അങ്ങോട്ടൊന്ന് കയറി ചെന്നതേ ഉള്ളൂ. അനുമോൾ അന്നേരം പന്നീന്ന് വിളിക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തവരെന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തൊക്കെയാ അനുമോള് വിളിക്കുന്നത്? അനുമോളുടെ പ്രത്യേകത എന്തോന്നറിയോ? അനുമോൾക്ക് സത്യത്തിൽ ആ ഗെയിമിനനുസരിച്ചുള്ള പോയിന്റുകൾ പറഞ്ഞ് പ്രതിരോധിക്കാനോ എന്തെങ്കിലും പറയാനോ പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല. പുള്ളിക്കാരത്തി കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, പല്ല് തേക്കത്തില്ല, കക്കൂസ് വെള്ളം ഒഴിക്കത്തില്ല, മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ എല്ലാം വീഴ്ത്തുന്നു, പിന്നെ വണ്ണം ഉണ്ട് തുടങ്ങിയ ബോഡി ഷേമിങ്ങും അതെനിക്ക് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് നിൽക്കാൻ മാത്രമേ അനുമോൾക്ക് അറിയത്തുള്ളൂ. അനുമോള് തുടക്കം മുതലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയിന്റുകൾ പറഞ്ഞ അനുമോൾ പ്രതിരോധിക്കുന്ന എങ്ങും കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി പറയുന്ന ഇത്രയും ഇതേ കണക്കത്തുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാണ് അവിടെ തൊട്ട് അങ്ങനെ ചാരി നിന്നു, ഇങ്ങനെ ചാരി നിന്നു, ഇങ്ങനെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ആ സംഭവത്തിന് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആദിലയും നൂറയും അനുമോളും കൂടെ അവിടെ പഞ്ഞിക്കിടുന്നുണ്ട് ഇവരെ മൂന്ന് പേരെയും. സത്യത്തിൽ ഇവര് മൂന്ന് പേരും മണ്ടരായിരുന്നു. കാരണം ഇവര് ക്യാപ്റ്റൻ ആയപ്പം ഇവര് ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കാനുള്ളത്, ഇവര് ഫുഡെല്ലാം ഇവരെ അടുത്ത് തിന്നുമെന്നും പറഞ്ഞ് ഇവരെ ഏൽപ്പിക്കാതെ തങ്ങളുടെ കൈവശത്ത് വരണമെന്നും പറഞ്ഞ് ഇവർക്ക് കിട്ടിയ പണിയായിരുന്നു ഈ ക്യാപ്റ്റൻ.